കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരനു ദാരുണാന്ത്യം. ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗം സജീഷ് ആണ് മരിച്ചത്. പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് ഈ അപകടമുണ്ടായത്. ഇവര് അണ്ടർപാസിന്റെ അടിയിൽ കൂടി ഇവര് വന്നതാണ് കാറ്. നേരിട്ട് ടിപ്പർ അങ്ങനെ വരുന്നുണ്ടായി. അപ്പം ഈ കുറച്ചുകൂടി മുമ്പോട്ടെടുത്തു. ഈ കാറ് മുമ്പോട്ടെടുത്തതിന് ശേഷം ഇടിച്ച് ഒരു 10 മീറ്ററോളം മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇടി കൊണ്ട ഭാഗത്തുണ്ടായ ആളാണ് മരിച്ചത്. അത് ആ ഇടീൻ്റെ വേഗത്തിൽ ഞങ്ങൾ അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് സംഭവിച്ചായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായി. നല്ല ഇപ്പം അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാറിൽ കയറ്റി ഡ്രൈവർ ഇറക്കിയിട്ട് ആ സൈഡ് ഡോറ് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ഡ്രൈവർ ഇറക്കിയിട്ട് മറ്റേ സൈഡ് കൂടി ഇറക്കിയിട്ട് കാറിലിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ അടുത്ത് തന്നെയല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെ 2:45 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നമുക്ക് ശുഭകരമായ വാർത്തയല്ല, രാവിലെ തന്നെ സങ്കടകരമായ ഒരു വിവരമാണ് പുറത്തു വന്നത്. രാവിലെ 5 മണിയോടുകൂടിയാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. അത് പുലർച്ചെ 2:45 കൂടി ബേക്കൽ ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലുള്ള, അതായത് ഡാൻസ് ഓഫ് സ്ക്വാഡിലുള്ള 2 പോലീസുകാരാണ് സജീഷും സുഭാഷ് ചന്ദ്രനും ഈ മാരുതി കാറിൽ, ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മാരുതി ആൾട്ടോ കാറിലാണ് ഈ MDMA കേസുമായ അന്വേഷണത്തിനായി വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തുന്നത്. അതായത് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇവിടെ NH 66 NH 66 താഴെയുള്ള സർവീസ് റോഡിലാണ് ഈ അപകടം നടക്കുന്നത്. അത് 4-ാം മൈലാണ്. 4-ാം മൈലിന് ഈ NH 66 അടിയിലൂടെയുള്ള അണ്ടർപാസിൽ കൂടി ഈ കാറ് കാസർഗോഡ് ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ആ സമയത്താണ് അമിത വേഗതയിൽ ഒരു ടിപ്പർ ലോറി എത്തിയത്. ആ ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. കാറിൻ്റെ, അതായത് ഇടത് സൈഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇടത് ഭാഗത്തായിരുന്നു ഈ സജീഷ് ഇരുന്നിരുന്നത്. 42 വയസ്സാണ്. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. സുഭാഷാണ് വണ്ടി ഓടിച്ചത്. സുഭാഷിനെ ഇപ്പോൾ ആദ്യം ഈ EK നയനാർ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടത്. സങ്കടകരമായ വിവരമാണ്.